Hello, guys. Welcome back to യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സിക്സ്ത് ചാപ്റ്റർ ആണ്, വിച്ച് ഈസ് ടൈറ്റിൽഡ് ആസ് ക്ലാസിക് കാസ് പോയട്രി ഓൺ വീൽസ്. സോ ഇത് എഴുതിയിരിക്കുന്നത് HL ബാബർ ആണ്. ഓക്കെ, സോ ഹെർബർട്ട് ലീ ബാബർ ആണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓഥർ. സോ അദ്ദേഹം 20th സെഞ്ച്വറി, ഏർലി 20th സെഞ്ച്വറി അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര കീനായിട്ടുള്ള ആ ഒരു താല്പര്യം എന്തിലായിരുന്നു, ടെക്നോളജിയുടെ ആ ഒരു പ്രോഗ്രസ്സിലും അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന് കൂടുതലും അറിയാൻ താല്പര്യം. സോ അദ്ദേഹം ആ ഒരു താല്പര്യം വെച്ച് എഴുതിയ വർക്കാണ് സ്റ്റോറി ഓഫ് ദി ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. അതിനകത്ത് കൂടുതലും പറയുന്നത് ഓട്ടോമൊബൈലിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജ് എങ്ങനെയായിരുന്നു, അതിൻ്റെ മേജർ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓട്ടോമൊബൈൽ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പഴയ കാർസ് അല്ലേ. ഓട്ടോമൊബൈൽ എന്ന് വെച്ചാൽ കാറുകളൊക്കെയാണ് പണ്ട് ഉള്ള പറഞ്ഞിരിക്കുന്നത്. ഓട്ടോ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്, മൊബൈൽ എന്ന് വെച്ചാൽ ആ ഒരു മൂവ്മെന്റ് അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കാർസില്ലേ, എങ്ങനെയാണ് കാറുകൾ ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പം ആദ്യമേ തുടക്കത്തിൽ അത് എങ്ങനെയായിരുന്നു, ആ ഒരു തുടക്ക സമയത്ത് ആ ഒരു ഇൻവെൻറ്റേഴ്സ് നേരിട്ട ആ ഒരു ചലഞ്ചസ്, സന്ധികളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എങ്ങനെയാണ് കാറുകളുടെ തുടക്കം, അതിന് ശേഷം വന്ന ആ ഒരു മാറ്റങ്ങൾ, എങ്ങനെയാണ് സൊസൈറ്റി ആ ഒരു പുതിയ ആ ഒരു ഇൻവെൻഷനെ അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു പഴയതിൽ നിന്ന് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ആ ഒരു മോഡേൺ ആയിട്ടുള്ള ആ ഒരു ഓട്ടോമൊബൈൽസ്, കാർസ് ഒക്കെ എങ്ങനെയാണ് വന്നത് എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ആ ഒരു പഴയ ഡിസൈനിൽ നിന്ന് ആ ഒരു പുതിയ ഡിസൈനിലേക്കുള്ള ഒരു എവല്യൂഷൻ. ഇത് ഫുള്ളായിട്ട് പറയുന്നില്ല എങ്കിലും മേജറായിട്ട് പണ്ട് നടന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ആൻഡ് എവല്യൂഷനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഓഥർ പറയുന്നത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ഒരു ചേഞ്ചസ് വന്നത്, ആരൊക്കെയാണ് ഇതിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയത് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക് കാസ് പോയട്രി ഓൺ വീൽസ്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ഓക്കെ, സോ അത് എഴുതിയിരിക്കുന്നത് HL ബാബറാന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ മനുഷ്യര് നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ അഡ്വാൻസസും, എല്ലാ പുരോഗതികളും, അതിപ്പം മോറൽ ആണെങ്കിലും ധാർമ്മികമായാലും അല്ല, ഫിസിക്കലാണ്, ശാരീരികമായാലും ഒരിക്കലും അത് പെട്ടെന്നുണ്ടായതൊന്നുമല്ല അല്ലേ. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അത് പെട്ടെന്നുണ്ടാവുന്നതൊന്നുമല്ല. അത് ഭയങ്കര സ്ലോ ആയിട്ട് പതുക്കെയും പിന്നെ കുറേ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻവെൻഷൻ നടത്തുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഒരാൾക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. അതിനു മുമ്പ് ഓരോ കാര്യങ്ങളും ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയൊക്കെ കുറേ പരീക്ഷണം നടത്തി പരാജയപ്പെട്ട്, വീണ്ടും പരീക്ഷണം നടത്തി പരാജയപ്പെട്ട്, അങ്ങനെയാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും അത് ഒരു പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ആ ഒരു പഴയ ക്ലാസിക് കാറുകൾ അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇന്ന് അവയുടെ ആ ഒരു ഭംഗിയുള്ള ആ ഒരു രൂപം കൊണ്ട് മാത്രമല്ല, അവ നിർമ്മിക്കപ്പെടാനുള്ള പിന്നിൽ നടന്ന ആ ഒരു കുറേ കാലമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ആശയങ്ങളും പരീക്ഷണങ്ങളുടെയും ഒക്കെ ഒരു യാത്ര. അത് എന്താണ്, നമ്മുടെ ആൾക്കാർ ഇപ്പം കുറേ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓട്ടോമൊബൈല് പെട്ടെന്ന് വികസിച്ച ഒരു കാര്യമൊന്നുമല്ല. അത് വളരെ പതുക്കെ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു പ്രോസസ്സായിരുന്നു അത്. അത് ആ ഒരു പയ്യെ നടന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു മോഡേൺ കാർസിലേക്കൊക്കെ എത്തിയത്. കുറേ മോഡേൺ കാർസ് ഉണ്ടല്ലേ. പണ്ടത്തെ കാർസ് എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ അത്രയും ഡെവലപ്ഡ് അല്ല. അതെങ്ങനെയാണ് ഇപ്പോഴത്തെ കാറിലേക്ക് എത്തി നിൽക്കുന്നത്? കുറേ പരീക്ഷണങ്ങളിലൂടെയാണ്. സോ ഇന്നത്തെ കാറുകള് ഭയങ്കര അടിപൊളിയായിട്ടുള്ള, ഭയങ്കര മികച്ച, അതുമാത്രമല്ല നല്ല വർക്കിംഗ് ആയിട്ടുള്ള അല്ലേ? നല്ല അടിപൊളി സ്പീഡിലും വോക്കിങ്ങും കുറേ എൻജിൻസിലാണെങ്കിലും പല ടൈപ്പ് ഓഫ് കാർസ് ഉണ്ടല്ലേ? പെട്രോള്, ഡീസല്, ആഹ് ഇലക്ട്രിക് കാർസ്, ഇപ്പം ടെസ്ല പോലെയുള്ള മനുഷ്യന്മാര് ഓടിക്കുക പോലും ചെയ്യേണ്ടാത്ത കാറുകള് വരെയുണ്ട്. സോ അവയുടെയൊക്കെ ആ ഒരു വികസനം എടുക്കാനായിട്ട് എടുത്ത ഒരു സമയം, അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് ഏകദേശമായി ഒരു 2 നൂറ്റാണ്ടിലധികം സമയമാണ് എടുത്തത്. അപ്പൊ ആദ്യ കാലത്ത് ഈ കണ്ടുപിടുത്തക്കാർക്ക്, ഈ കാറ് കണ്ടുപിടിക്കുന്നക്കാർക്ക് ഈ നമ്മുടെ മോശമായിട്ടുള്ള റോഡുകളും, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സയന്റിഫിക് ആ ഒരു പ്രോസസ്സിന്റെ ആ ഒരു സയന്റിഫിക് നോളജിന്റെ ആ ഒരു കുറവും ഒക്കെ അവർക്ക് കുറേ സാങ്കേതികപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ഈ കാറുകളുടെ വികസനം ഭയങ്കര സ്ലോ ആയിരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും കുറേ പരീക്ഷണങ്ങളും പരാജയങ്ങളും മെച്ചപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് കാറുകൾ നമ്മൾ ഇന്നത്തെ രൂപത്തിൽ എത്തി നിൽക്കുന്നത്. സോ ഈ ഒരു വികസനമായിട്ടുള്ള ഒരു വികസന യാത്രയില് കുറേ ഘട്ടങ്ങളിലൂടെ ഈ ഒരു പ്രോസസ്സ് അല്ലേ? ഈ ഒരു പ്രോസസ്സ് കടന്നു പോയിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങളൊക്കെ അവര് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം മറികടക്കാന് പറ്റത്തില്ല. ചില സമയത്ത് അത് മറികടക്കാൻ പറ്റില്ല എന്ന് തോന്നിയ കുറേ വലിയ തടസ്സങ്ങളും ഒക്കെ അതിജീവിച്ച് അതിന് മുകളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു നമ്മളുടെ ഓട്ടോമൊബൈൽസ് ആ ഒരു അഡ്വാൻസ്മെന്റിലേക്കൊക്കെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ 18ാം നൂറ്റാണ്ടിന്റെ ആ ഒരു ലാസ്റ്റ് അവസാനത്തോടു കൂടിയാണ് നമ്മളുടെ ഫ്രാൻസിസ് നിക്കോളാസ് ജോസഫ്, ഫ്രാൻസിലുള്ള നിക്കോളാസ് ജോസഫ് കുഗ്നോ 18th സെഞ്ച്വറിയില് ആദ്യമായിട്ട് അല്ലേ? ആദ്യമായിട്ട് ട്രൂ ആയിട്ടുള്ള ഒരു മോട്ടോർ ഉപയോഗിച്ച് ഓടുന്ന ഒരു റോഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം അദ്ദേഹം നിർമ്മിച്ചത്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റീം ഉപയോഗിച്ച് ഓടുന്ന ആ ഒരു വാഹനത്തിന് എന്താണ് പ്രശ്നമെന്ന് വെച്ചാല് ഭയങ്കര സ്ലോ ആയിരുന്നു. അതുമാത്രല്ല ഒരു സ്ഥിരതയില്ലാത്തതും ഭയങ്കര നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നതൊക്കെയായിരുന്നു. സോ എന്നാലും ഈ മൃഗങ്ങളുടെ സഹായമില്ലാതെ ഓടുന്ന ഒരു വാഹനം, അത് അങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ ഒരു സമയത്തൊക്കെ മൃഗങ്ങളെ ഉപയോഗിച്ചായിരുന്നു യാത്ര നടത്തിയിരുന്നത് അല്ലേ? കുതിരവണ്ടി, കാളവണ്ടി അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ അല്ലാണ്ട് മൃഗങ്ങളെ യൂസ് ചെയ്യാണ്ട് ഒരു വണ്ടി ഓടിക്കാം, ഒരു വണ്ടി നിർമ്മിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നീട് ഇംഗ്ലണ്ടില് ഉം 2 പേരുണ്ടായിരുന്നു. വില്യം മർഡോക്കും റിച്ചാർഡ് ട്രിവറ്റിക്കും. ഓക്കെ. ഇവര് 2 പേരും പരീക്ഷണങ്ങള് തുടർന്നുകൊണ്ടിരുന്നു. സോ അവര് സ്റ്റീം എഞ്ചിന് കൂടുതലായിട്ട് മെച്ചപ്പെടുത്തി ഈ റോഡിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഉള്ള ആ ഒരു കണ്ടീഷനിലേക്ക് അവര് ആ ഒരു എത്തിച്ചു. സ്റ്റീം എഞ്ചിനെ എത്തിച്ചു. പിന്നീട് ട്രിവറ്റിക്കിന്റെ സ്റ്റീം എഞ്ചിൻ കൊണ്ടുള്ള ആ ഒരു വാഹനം യാത്രക്കാരെ കൊണ്ടുപോകാനും കഴിയുന്നതായിരുന്നു. പിന്നീട് ഇത് ഓട്ടോമൊബൈലിന്റെ ഒരു പ്രധാനമായിട്ട് ഉള്ള ഒരു മുന്നേറ്റം ആയിട്ട് തന്നെ കണക്കാക്കപ്പെട്ടിട്ടുമുണ്ട്. സോ ഈ ഒരു ആദ്യകാല വാഹനങ്ങള് സ്ഥിരമായിട്ട് ഉപയോഗിക്കാന് അനുയോജ്യമല്ലായിരുന്നു എങ്കിലും പിന്നീടത് മോഡേൺ കാർസ് നിർമ്മിക്കാനായിട്ടുള്ള കുറേ ഐഡിയാസൊക്കെ നൽകുന്നതിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരാശയം കൂടിയായിരുന്നു. ഇവിടെ ആഹ് ഇതില് ആദ്യമേ മെൻഷൻ ചെയ്തൊരു പേരുണ്ടല്ലോ, കുഗ്നോ. സോ കുഗ്നോ നിർമ്മിച്ച ആ ഒരു 3 ചക്രമുള്ള സ്റ്റീം വാഹനം പിന്നീട് അറിയപ്പെട്ടിരുന്നത് വേൾഡിലെ ഫസ്റ്റ് ട്രൂ ഓട്ടോമൊബൈൽ എന്നാണ്. അത് മാത്രല്ല ദ കൺസർവേറ്ററി ഓഫ് ആർട്സ് ആൻഡ് ട്രേഡ്സ് ഇൻ പാരീസ് എന്ന ആ ഒരു സ്ഥലത്ത് ഇന്ന് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച്
വാഹനങ്ങളില് പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരുന്ന സമയത്ത് അമേരിക്കയിലും എന്താണ് ആ ഒരു ആദ്യ കാലങ്ങളില് ഈ ഒരു ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ ഒലിവർ ഇവാൻസ് എന്ന ആളായിരുന്നു. സോ അദ്ദേഹം പ്രഷറില് പ്രഷറില്ലേ സ്റ്റീം ഒരു പ്രഷർ ഒരു ഹൈ പ്രഷറില് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീം എഞ്ചിനാണ് അദ്ദേഹം വികസിപ്പിക്കുന്നത്. അതും 1987 സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓടുന്ന വാഹനത്തിന് അദ്ദേഹം ഒരു പേറ്റന്റ് നേടുകയും ചെയ്തു. പിന്നീട് ഫിലാഡൽഫിയ എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സ്റ്റീം എഞ്ചിന് പ്രദർശിപ്പിച്ചു. അത് മാത്രമല്ല ശേഷം കുതിരകളൊന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നും അദ്ദേഹം അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധ്യത കൂടി അദ്ദേഹം അതിലൂടെ തെളിയിക്കുകയായിരുന്നു. പക്ഷെ എന്നാല് കുതിരകളില്ലാണ്ട് വാഹനം വികസിപ്പിക്കാനുള്ള ആ ഒരു ഈ ഒരു ആദ്യ കാലത്തെ ശ്രമങ്ങള് പലരും ഭയങ്കര സംശയത്തോടെയാണ് കണ്ടത്. ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുവോ? യാത്ര ചെയ്യാൻ പറ്റുവോ? മൃഗങ്ങളില്ലാണ്ട് എന്നൊക്കെ ഉള്ളൊരു സംശയത്തോടെയാണ് ആൾക്കാര് കണ്ടിരുന്നത്. സോ കുതിരകളില്ലാതെ ഒരു വാഹനം ഓടുമെന്ന് ആൾക്കാർക്ക് വിശ്വസിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഒലിവർ ഇവാൻസ് ആഹ് അതുകൊണ്ട് തന്നെ ഈ ഒലിവർ ഇവാൻസ് അദ്ദേഹത്തിന് നമ്മളുടെ ആൾക്കാരുടെ ഒരു പിന്തുണയൊന്നും ആദ്യകാലത്ത് ലഭിച്ചൊന്നുമില്ല. സോ ആദ്യ കാലങ്ങളില് ആ ഒരു വാഹനങ്ങളില് ഭയങ്കര സ്ലോ ആയിരുന്നു. അത് മാത്രല്ല ഓടുന്നുണ്ട് എങ്കിലും ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പോകുന്നത്. പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു. മാത്രല്ല ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിയാകുമോ എന്നൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മാത്രല്ല അപകടമാ അപകടങ്ങളുമൊക്കെ കൂടുതലായിരുന്നു ഈ ഒരു വാഹനങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത്. സോ അതിനാല് അവയ്ക്ക് എന്താണ് ഭയങ്കരായിട്ടൊന്നും സക്സസ് നേടാനും ഒന്നും കരുതിയില്ല. പലരും വിചാരിച്ച പോലൊന്നും അതിന് വിജയിക്കാനായിട്ട് പറ്റിയൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു തുടക്കത്തില് ഓട്ടോമൊബൈലിന്റെ ആ ഒരു വികസനം എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഈ ഇംഗ്ലണ്ടില് ഡബ്ല്യു.എച്ച്. ജെയിംസ് പോലുള്ള എഞ്ചിനീയർമാര് സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓടുന്ന നമ്മളുടെ യാത്രാ വാഹനങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചു തുടങ്ങി. കാറുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ചു തുടങ്ങി. സോ അവയ്ക്ക് മതിയായിട്ടുള്ള വേഗത്തില് നിരവധി കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാനും ആ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നു. സോ ഈ ഒരു വാഹനങ്ങള് കുറച്ചു കാലത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോകാന് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയായിരുന്നു. ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതിലേക്ക്. പിന്നെ ഈ ഒരു ടൗണിന്റെ ഇടകളിലൊക്കെ നഗരങ്ങളുടെ ഇടകളിലൊക്കെ സ്ഥിരമായിട്ട് ഇവര് സർവീസസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാല് ഈ ഒരു വാഹനങ്ങൾക്ക് നല്ല ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഈ റോഡിന്റെ ആ ഒരു കുലുക്കവും നമ്മുടെ എഞ്ചിന്റെ ആ ഒരു തകരാറും ഒക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതില്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാണെങ്കില് നല്ല ഷോക്ക് അബ്സോർബേഴ്സിന്റെ ഒരു സംവിധാനം ആ ഒരു സമയത്തൊന്നും ഇല്ലായിരുന്നു. സോ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു പല പരീക്ഷണങ്ങളും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ ഒരു വാഹനങ്ങളുടെ ആ ഒരു ഭയങ്കര അമിതമായിട്ടുള്ള ആ ഒരു ഭാരവും, ആ ഇരുമ്പ് ചക്രങ്ങള് ഒക്കെ ഈ റോഡിലൂടെ പോകുമ്പത്തേക്ക് റോഡുകൾക്കൊക്കെ ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. സോ അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ സർക്കാര് നിയന്ത്രണങ്ങള് ഈ ഒരു കാറുകളൊക്കെ ഓടിക്കുന്നതിന്റെ ഒരു നിയന്ത്രണങ്ങളും അതിന് ഓരോ പുതിയ നിയമങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നു. സോ ഒടുവില് 1840കളോടെ ആയപ്പത്തേക്ക് ഈ വാഹനങ്ങളുടെ സർവീസസ് ഒക്കെ പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഇനി അടുത്തത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നമ്മൾ നോക്കുമ്പത്തേക്ക് ഓട്ടോമൊബൈലിന്റെ ആ ഒരു വികസനം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് മാറാണ്. 1879 അമേരിക്കക്കാരനായ ജോർജ് ബി. സെൽഡൻ പെട്രോൾ ഉപയോഗിച്ചിട്ട് ഓടുന്ന ഒരു മോട്ടോർ വാഹനം അതിന്റെ പേറ്റന്റിനായിട്ട് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. പിന്നെ ഫ്യൂച്ചറില് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാകുമെന്നും അദ്ദേഹം മുൻകൂട്ടി ഇങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. സോ സെൽഡന് ഒരു കണ്ടുപിടുത്തക്കാരനും ഭയങ്കര കഴിവുള്ള ഒരു മെക്കാനിക്കും ഒക്കെ ആയിരുന്നു.
എന്നാലും അദ്ദേഹത്തിന് ആശയങ്ങള് മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനില്ലായിരുന്നു. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് കുറച്ച് ക്ഷമക്കുറവും, പെട്ടെന്നിങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. സോ തന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പെട്രോൾ മോട്ടർ ആഹ്, വിജയിക്കുമെന്നും, പിന്നീട് ഫ്യൂച്ചറില് എല്ലാവരും അത് ഉപയോഗിക്കുമെന്നും, പിന്നെ ഓട്ടോമൊബൈലുകള് ലോകം ഫുള്ളായിട്ട് സ്പ്രെഡാവുമെന്നും അല്ലേ, വൈദ്യുതി അത് പോപ്പുലർ ആകുമെന്നും, അത് കൂടുതലായിട്ട് ഉപയോഗിക്കുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞപ്പത്തേക്ക് ആൾക്കാരൊക്കെ അദ്ദേഹത്തിനെ എന്താണ് ഇങ്ങനെ ഓവർ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, ഈ ഒരു അതിര് കടന്ന ഭയങ്കര അതിര് കടന്നു പോയ വാക്കുകളൊക്കെ ആയിട്ടാണ് അവരൊക്കെ ആൾക്കാരൊക്കെ കണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ ഭ്രാന്തനാണെന്ന് വരെ ആൾക്കാര് വിളിക്കുകയും അദ്ദേഹത്തിനെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിനിടയ്ക്ക് വൈദ്യുതി ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഓടുന്ന വാഹനങ്ങളുടെ ആ ഒരു വികസനവും ആ ഒരു ഇൻവെൻഷനും ഒക്കെ ഇങ്ങനെ ആരംഭിച്ചിരുന്നു. 1885 നമ്മൾ ജർമ്മനിക്കാരനായ ബെൻസ് ബെൻസ് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ, അതായത് പെട്രോൾ എഞ്ചിന്, പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന എഞ്ചിന് ആദ്യത്തെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ആദ്യത്തെ റോഡിൽ ഓടുന്ന ആ ഒരു വാഹനം നിർമ്മിക്കുകയാണ് ഉണ്ടായത്. സോ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് പറയുന്നത് 3 ചക്രം ഉള്ളൊരു വാഹനമായിരുന്നു. നമ്മൾ അന്നത്തെ ഇപ്പോഴത്തെ പോലെ 4 വീലുള്ള കാറായിട്ടല്ല ആദ്യമേ ഈ കാറുകളൊന്നും വന്നത്. 3 ചക്രമുള്ള വാഹനമായിട്ടായിരുന്നു ആദ്യമേ വന്നത്. പിന്നീട് 1876 ജർമ്മനിയില് ഓട്ടോ വികസിപ്പിച്ച ഒറ്റ സിലിണ്ടർ എഞ്ചിനായിരുന്നു ഇതില് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. സോ ഈ ഒരു വാഹനത്തില് ഇലക്ട്രിക് ഇൻഡക്ഷൻ സംവിധാനവും മെക്കാനിക്കൽ കാർബുറേറ്ററും ഒക്കെ ആയിരുന്നു ഇതില് ഉണ്ടായിരുന്നത്. സോ 1886 ബെൻസ് അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റന്റും നേടിയെടുത്തു. മണിക്കൂറുകള് ഏകദേശം 10 മൈൽ വേഗത്തില് വരെ ഈ വാഹനം ആഹ്, ഓടി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഹ്, വൺ ഉം, ഒരു ഇൻവെൻഷൻ ആയിട്ട് മാറി. കുതിരകളും സോ അവരുടെ ആ ഒരു സമയത്ത് കുതിരകളിലൊക്കെ ആയിരുന്നല്ലേ കൂടുതലായിട്ടും വണ്ടി അറ്റാച്ച് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോയിരുന്നത്. സോ കുതിരകളും അപ്പൊ അത് ഓടിക്കുന്ന ആ ഒരു ഡ്രൈവർമാർക്കൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈവേയിലൊന്നും ഈ ബെൻസിന്റെ ഈ ഒരു അദ്ദേഹത്തിന് ഈ ഒരു വണ്ടി ഓടിക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അപ്പൊ അതിന് മാത്രായിട്ട് ചില പ്രത്യേക റോഡുകളിൽ മാത്രായിരുന്നു ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അനുമതി ഉണ്ടായിരുന്നത്. സോ ബെൻസിന്റെ ഈ 3 ചക്രമുള്ള ആ ഒരു വാഹനമാണ് പിന്നീട് നിർമ്മിക്കപ്പെട്ട ബെൻസിന്റെ കാറിന്റെ എല്ലാം ഒരു തുടക്കക്കാരൻ ആയിട്ട് മാറിയത്. സോ ബെൻസ് ആരാന്നറിയോ? നമ്മുടെ ഇപ്പം മെഴ്സിഡീസ് ബെൻസ് ഇല്ലേ? ആ ഒരു ബെൻസിന്റെ ആള് തന്നെയാണ് ഈ ഒരു ബെൻസും. ആദ്യമായിട്ട് കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു പെട്രോൾ യൂസ് ചെയ്ത് ഓടുന്ന വണ്ടി ഉണ്ടാക്കിയത്. സോ ബെൻസ് കാറ് ജർമ്മനിയിലും, പിന്നെ ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് ആ ഒരു സമയത്തൊക്കെ യൂറോപ്പില് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാറുകളില് ഒന്ന് ആയിട്ട് മാറുകയും ചെയ്തു. പിന്നെ അമേരിക്കയിലേക്ക് വരികയാണെങ്കില്, അമേരിക്കയിലെ ആദ്യത്തെ ഒരു ഇറക്കുമതി ചെയ്ത ഓട്ടോമൊബൈൽ എന്ന് വെച്ചാല് 1893 ഷിക്കാഗോ വേൾഡ് ഫെയറിലേക്ക് ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബെൻസ് കാറായിരുന്നു. ഓക്കെ. അതായിരുന്നു അമേരിക്കയിലെ ആദ്യത്തെ ഇറക്കുമതി ചെയ്ത ഓട്ടോമൊബൈല്. ശേഷം 1817 ഉം ഉള്ള ആ ഒരു ബെൻ നം ആയിരത്തി എ ആയിരത്തി സോറി 1917 വരെ ബെൻസ് കാറ് ഓൾമോസ്റ്റ് എല്ലാ സ്പീഡ് കോൺടെസ്റ്റിലും, കാർ റേസിംഗ് പോലത്തെ സ്പീഡ് കോൺടെസ്റ്റിലും ഒക്കെ മത്സരിക്കുന്നുണ്ടായിരുന്നു. ശേഷം 1891 ആദ്യത്തെ നമ്മളുടെ ഇലക്ട്രിക് ഓട്ടോമൊബൈല് നിർമ്മിച്ചു. സോ 1892 സെപ്റ്റംബറില് ഇത് ഷിക്കാഗോ എന്ന ആ ഒരു സ്ഥലമുണ്ടല്ലേ, ഷിക്കാഗോയില് പ്രത്യക്ഷപ്പെട്ടു. ഫസ്റ്റ് ആയിട്ട് എക്സിബിറ്റ് ചെയ്തു 1892 സെപ്റ്റംബറില്. പിന്നെ ഈ ഒരു ആദ്യത്തെ ഇലക്ട്രിക് കാറ് നിർമ്മിച്ചത് അമേരിക്കയിലെ അയോവ അയോവ എന്ന സ്ഥലത്തെ ആളായിരുന്നു വില്യം മോറിസൺ എന്ന
ആളായിരുന്നു ഇത് നിർമ്മിച്ചത്. ഓക്കെ. കുതിരകള് ഒന്നുമില്ലാതെ കുറേ വെയിറ്റൊക്കെ നിറയെ ഭാരമൊക്കെ കേറ്റി ഒരു വണ്ടി, ഒരു വാഹനം വേഗത്തിലിങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഷിക്കാഗോയിലെ ആളുകൾക്കൊക്കെ ആദ്യമേ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. സോ അവര് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. അവരുടെ ഒരു ചിന്താഗതിയില് വണ്ടികള് അല്ലെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോണം, അല്ലെ ഹെവി ലോഡ്സ് വെയിറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് ആനിമൽസിനെ കൊണ്ടും ഉള്ള ആ ഒരു വണ്ടിയില് മാത്രമാണ് എന്നാണ് അവരുടെ ആ ഒരു അത്രയും നാളത്തെ ആ ഒരു ചിന്താഗതി. സോ, ഈ വാഹനത്തിന് മുന്നില് കുതിരകളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, അത് ഈ ഒരു വണ്ടി ഓടിക്കാൻ സഹായിക്കുന്ന ഒന്നും തന്നെ പുറത്തു നിന്നും കാണാനില്ലായിരുന്നു. സോ, അകത്തിരുന്നാണല്ലോ നമ്മൾ കാർ ഓടിക്കുന്നത്. അപ്പൊ അന്ന് വരെ ഒരു വണ്ടി പോണമെങ്കിൽ പുറത്തു നിന്ന് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ പോവുള്ളൂ എന്നായിരുന്നു അവിടെ അന്ന് വരെയുള്ള ആൾക്കാരുടെ ആ ഒരു ചിന്താഗതി. സോ, ഷിക്കാഗോ പോലുള്ള ആ ഒരു പുരോഗമനം അല്ലേ? പുരോഗമിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ ഒക്കെ ആളുകള് ഈ കാഴ്ച കണ്ടപ്പോ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. സോ, ആ ഒരു വാഹനം ആ ഒരു നഗരത്തിലൂടെ ഇങ്ങനെ അതിന്റെ വ്യാപാര മാർക്കറ്റിലൂടെയൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള ബിസിനസ് സെഷനിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇത് സുരക്ഷിതമായിട്ട് കടന്നു പോകാനായിട്ട് പോലീസ് വന്ന് ഇങ്ങനെ റോഡൊക്കെ ഒഴിപ്പിക്കേണ്ടി വരെ വന്നു. കാരണം എന്താ അത്രയ്ക്ക് ആൾക്കാർ അത് കാണാനായിട്ട് തടിച്ചുകൂടി എന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കണം അല്ലേ? സോ ഇന്നപ്പം മിക്ക കാറുകളും ഉപയോഗിക്കുന്ന 4 സ്ട്രോക്ക് എഞ്ചിന് അതിന്റെ ആ ഒരു പ്രവർത്തനമൊക്കെ 1862 ഫ്രഞ്ച് എഞ്ചിനീയറായ അൽഫോൺസ് ബോഡി റോച്ചസ് ആണ് കണ്ടെത്തിയത്. ഓക്കെ. ആരാണ്? അൽഫോൺസ് ബോഡി റോച്ചസ് 1862 ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ടുള്ള 4 സ്ട്രോക്ക് എൻജിൻസ് ഒക്കെ കണ്ടുപിടിച്ചത്. സോ, ഇത് ലേണർ തന്റെ കാറ് പാരീസിൽ നിന്ന് ജോയിൻവിൽ ലേപോൺ വരെ ഓടിക്കുന്നത് ഒരു വർഷം മുമ്പ്. ആ ഒരു വർഷം മുമ്പാണ് അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിരുന്നത്. 1876 നമ്മുടെ ജർമ്മൻ എഞ്ചിനീയറായ നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ അദ്ദേഹം എന്താ ചെയ്തത്, ഈ ഒരു പ്രിൻസിപ്പിള് ഉപയോഗിച്ചിട്ട് പുതിയ ഒരു കാര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. സോ, ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു എഞ്ചിന് രൂപകൽപ്പന ചെയ്തു എന്ന് 1876 ജർമ്മൻ എഞ്ചിനീയറായ നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ. സോ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 4 സ്ട്രോക്ക് പ്രവർത്തന രീതിനെ ഓട്ടോ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ, അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 1895 ആ ഒരു സമയത്തോടു കൂടി സ്റ്റീം ഉപയോഗിച്ചിട്ട്, വൈദ്യുതി ഉപയോഗിച്ച്, പെട്രോൾ ഉപയോഗിച്ച് ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് നിർമ്മിക്കുകയും അതൊക്കെ നിർമ്മിച്ച് വന്നതോടുകൂടി കുതിരകളൊന്നും ഇല്ലാണ്ട് അല്ലേ, മൃഗങ്ങളുടെ സഹായങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വണ്ടികൾ അല്ലെ വാഹനങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റും എന്ന് വളരെ അവർക്കത് തെളിയിക്കാനായിട്ട് പറ്റി. പിന്നെ കുറേ നൂറ്റാണ്ടുകളെടുത്ത് കുറേ വർഷം എടുത്തിട്ടാണ് ഈ ഒരു കാര്യമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയതെങ്കിലും അവസാനം അതിന്റെ ലാസ്റ്റ് അതൊരു മികച്ച ഒരു വാഹനം ആയിട്ട് വികസിപ്പിച്ചെടുക്കാനായിട്ട് അവരെക്കൊണ്ട് സാധിച്ചു. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴ് നമ്മളേറെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുമ്പത്തേക്ക് അത് നേടിയെടുത്തതിന്റെ ആ ഒരു ആ ഒരു സന്തോഷത്തിലെത്തുമ്പോ അത് നേടിയെടുക്കുന്നത് വരെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ, അതിന് നമ്മളുടെ ആ ഒരു സാക്രിഫൈസസ്, അതിന് കഷ്ടപ്പാടുകള്, അതിന്റെ ഒരു ഹാർഡ് വർക്ക് എല്ലാം നമ്മൾ മറന്നുപോകും അല്ലേ? ആ ഒരു കാര്യം നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പത്തേക്ക് അന്ന് വരെ നമ്മൾ കഷ്ടപ്പെട്ട കാര്യം മറന്നുപോകും. അപ്പൊ ആ ഒരു നേടിയെടുത്ത ആ ഒരു കാര്യം ആയിരിക്കും നമുക്ക് നമ്മളെ മുന്നിലുള്ള ആ ഒരു ഇത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. സോ, അവസാനം നമ്മള് വിജയിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുണ്ടായ ആ ഒരു പ്രയാസങ്ങളൊന്നും നമ്മൾ പിന്നീട് അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കാനേ പോകാറില്ല. സോ, ക്ലാസിക് കാറുകൾ എന്ന് പറയുന്നത് പഴയ
ഒരു യന്ത്രമായിട്ട് മാത്രമല്ല, മറിച്ച് നമ്മളുടെ സംശയങ്ങൾക്കും, എതിർപ്പുകൾക്കും, പരാജയങ്ങളും എല്ലാത്തിനും ഒടുവില് നിറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള കണ്ടുപിടുത്തത്തിന്റെ ഒരു യാത്രയുടെ ഒരു പ്രതീകമാണ് അല്ലെ ആ ഒരു ആഹ്, എഞ്ചിനുകൾ എന്ന് ക്ലാസിക് കാറുകൾ എന്ന് പറയുന്നത്. സോ ആ ഒരു യാത്രയാണ് ആ ഒരു ക്ലാസിക് കാറുകളുടെ ആ ഒരു യാത്രയാണ് ഓട്ടോമൊബൈലിന്റെ ഇന്നത്തെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത്. സോ ഇന്ന് നമ്മള് മ്യൂസിയങ്ങളിലും നമ്മളുടെ ആ ഒരു പ്രദർശനങ്ങളിലും പിന്നെ സ്വകാര്യമായിട്ടുള്ള ശേഖരങ്ങളിലും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ക്ലാസിക് കാറുകള് ആ ഒരു പരിശ്രമത്തിന്റെയും ഭയങ്കര ദൂരദർശനത്തിന്റെയും സമൂഹത്തിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ അവരുടെ ആ ഒരു ചരിത്രം നമ്മൾ പഠിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകള്, മോഡേൺ ആയിട്ടുള്ള ആ ഒരു സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ എന്നും മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തെയും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അല്ലേ? കുറേ കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നതാണ് പണ്ടത്തെ ക്ലാസിക് കാറുകളുടെയൊക്കെ ഒരു കളക്ഷൻ എത്ര വില കൊടുത്തും വാങ്ങി ശേഖരിക്കുന്ന ആൾക്കാര്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ക്ലാസിക് കാറുകൾ. അതിന് മ്യൂസിയത്തിലൊക്കെ നമ്മള് പോയി കണ്ട് നമ്മൾ അഡ്മയർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഈ ക്ലാസിക് കാറുകള്. സോ അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ഇന്നത്തെ ഹൈ എൻഡ് ബ്രാൻഡഡ് ആൻഡ് റേസിംഗ് കാർസ് പോലത്തുള്ള കാറുകളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു സ്ഥിതിയിലെത്തിയത്, ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് അതിലേക്ക് പുട്ട് ചെയ്ത എഫേർട്ട് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കും കൂടി കൂടെ വെച്ച് ഒന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.